ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാം. മാർക്കറ്റ് ഇനീഷ്യൽ ഒരു ചെറിയ സൈഡ് വേസ് മൂവ്മെൻറ്റ്, അതായത് 24,200-നും 24,250-ക്കും ഇടയിലായിരുന്നു ഇനീഷ്യലി ഒരു മൂവ്മെൻറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം സഡനായിട്ടൊരു ബ്രേക്കൗട്ട് വന്നു. 24,100 നമുക്കറിയാം ഒരു ഇനീഷ്യൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ഏരിയ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 200-250 ആ ഒരു റേഞ്ചസ് ടെസ്റ്റ് ചെയ്തു. ഓരോ തവണയും 24,250 വരുമ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണ് ചെയ്തിരുന്നത്. ഇവിടുത്തെ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇനീഷ്യലി കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരുന്നു കൂടുതൽ. അതിനുശേഷം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇവിടെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് വന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഈ നിഫ്റ്റിയെ അപ്വേർഡായിട്ട് മൂവ് ചെയ്യിച്ചു. അപ്പോൾ ഇവിടുത്തെ ഈ 24,250 റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് 24,300-ഉം ബ്രേക്ക് ചെയ്തു. നല്ലൊരു ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ 24,300 ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ. അതുപോലെ ഇനി പ്രീവിയസ് ട്രേഡിംഗ് സെഷനിലും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് അവിടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 24,300-350 റേഞ്ച്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പിന്നീട് വന്ന ക്യാൻഡിൽസൊക്കെ ഒരു റിജക്ഷൻ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് എൻട്രി ഞാനവിടെ പ്ലാൻ ചെയ്തു. 24,300 ഒരു ബെയറിഷ് വ്യൂ ആണ് എടുത്തത്. 24,300-ൻ്റെ ഒരു കോള് സെല്ല് ചെയ്തു. 24 ഹെഡ്ജ് ചെയ്യാനായിട്ട് 24,500-ൻ്റെ ഒരു കോള് ബൈ ചെയ്തു. ബെയർ കോൾ സ്പ്രെഡാണ്. പക്ഷേ ഞാനവിടെ പെട്ടെന്ന് തന്നെ 12:35-ന് ഞാൻ അതിൻ്റെ ഒരു ആ പൊസിഷൻ കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റ് ചെയ്തു. ചെറിയൊരു കൺഫ്യൂഷൻ കാരണം ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി സഡൻ ഒരു മൂവ്മെൻറ്റ് വന്നാൽ, പക്ഷേ ബാങ്ക് നിഫ്റ്റി 50,500 റേഞ്ചിലേക്ക് പെട്ടെന്നൊരു ബ്രേക്കൗട്ട് വന്നാലോ എന്നോ ഒരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ഒരു റിജക്ഷൻ വരാനൊരു പോസിബിലിറ്റി ഉള്ളത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ സഡനായിട്ട് തന്നെ നെക്സ്റ്റ് ഒരു ക്യാൻഡിലിൽ ഞാൻ എൻ്റെ ഒരു 12:55-ന് ഞാൻ എൻ്റെ അടുത്ത ഒരു എൻട്രി എടുത്തു. ബെയർ കോൾ സ്പ്രെഡ് 24,300-ൻ്റെ കോള് സെല്ല് ചെയ്തു. 24,500-ൻ്റെ ഒരു കോള് ബൈ ചെയ്തു. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു 12:37 ഞാൻ എൻ്റെ ആ ഒരു എൻട്രി എടുത്തത്. ഈ ഒരു ക്യാൻഡിലാണ് 35-37 ഈ ഒരു ക്യാൻഡിൽ ഞാൻ എൻ്റെ ഒരു എൻട്രി എടുത്തു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു. ആ ഒരു സമയത്ത് 24,250 ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. പക്ഷേ 24,200 ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ എൻ്റെ ആ ഒരു പൊസിഷൻ അവിടെ എക്സിറ്റ് ചെയ്തു. ഇവിടെ കാണാം 12:55-ന് എൻ്റെ പൊസിഷൻ ഞാനിവിടെ എക്സിറ്റ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിലിൽ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കാണാം മാർക്കറ്റ് നല്ല രീതിയിലേക്ക് താഴേക്ക് പോകുന്നുണ്ട്. ഞാനിവിടെ ബെയർ കോൾ സ്പ്രെഡ് എടുത്തുകൊണ്ട് തന്നെ എൻ്റെ ഈ കോൾ പ്രീമിയം നല്ല രീതിയിലൊരു ഡീക്കേ വരുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ചെറിയൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണെങ്കിലും ഒരു സെല്ലഗ് ഉള്ളത് കാരണം പ്രീമിയം തീറ്റ ഡീക്കേ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് കിട്ടും. അതിനുശേഷം മാർക്കറ്റ് നമുക്ക് കാണാം ഈ ഒരു പ്രീവിയസ് ഇന്നത്തെ ഒരു ലോയിൽ ഇവിടെ അടുത്ത് വരെ വന്നൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒരു 24,200 ഇവിടെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു റിജക്ഷനാണ് ഇപ്പോൾ വരുന്നത്. ഇനി എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്ന് ചാർജസ് എല്ലാം പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 500 റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് എനിക്കിവിടെ ലഭിക്കുകയുള്ളൂ. കാരണം ഞാൻ 2 എൻട്രി എടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് 100 + 100 ഒരു 200 രൂപയുടെ ഒരു ചാർജസ് വരും. ഓക്കെ ട്രേഡേഴ്സ്, ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ആ ഒരു ലെവൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു 24,100 അതുപോലെ തന്നെ 24,200 ഇടയിലൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ആ ഇനീഷ്യൽ പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്ത പൊസിഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. അതിൻ്റെ ഓർഡർ ഞാൻ 42.90 എക്സിറ്റ് ചെയ്തത്. പിന്നെ 42.90 എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് നോക്കുക 1.50-നാണ്. ഇപ്പോൾ അതായത് ആ പ്രീമിയം ഫുള്ള് ഡീക്കേ ആയി. അത് മൊത്തം എനിക്ക് ബെനിഫിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ടാർഗറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയില്ല. മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ടാണ് പിന്നീട് മൂവ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആ പ്രീമിയം ആ ഒരു ഡീക്കേ മുഴുവനായിട്ടും അവിടെ ലഭിക്കുന്നതായിരുന്നു. ഇനി ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് ആ ഒരു 24,200 ആ സമയത്ത് സപ്പോർട്ടായിരുന്നുകൊണ്ട് അവിടുന്ന് എക്സിറ്റ് ചെയ്തു. ഓക്കെ ട്രേഡേഴ്സ്, താങ്ക് യു.